ചിക്കൻ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ കണ്ടെയ്നേഴ്സാണ്. 6 കണ്ടെയ്നേഴ്സാണെന്ന് തോന്നുന്നു കേട്ടോ. 6 കണ്ടെയ്നേഴ്സാണ്. ഇതിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള ഒരു സാധനമാണ്. ഇത് 3 ഇന്ത്യനാണ്. ചെറുതാട്ടോ. ഇതിൽ ചെറുതെന്ന് പറയാൻ പറ്റില്ല. 1 കിലോ ഒക്കെ പോകും. 1 കിലോ പഞ്ചസാരയൊക്കെ ഇതിൽ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ അത്രയും ഒക്കെ ഉള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. 1 കിലോ പഞ്ചസാരയൊക്കെ ഇടാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള സാധനം. ഇതിൽ നമുക്ക് ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതൊരു 6 പീസ് വരുന്ന സെറ്റാണ്. നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. ഇതെല്ലാം ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇനി നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതെല്ലാം പാക്ക് ചെയ്യേണ്ടി വരും. അത് ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇടാൻ പറ്റുന്ന നമ്മുടെ സംഭവം ഉണ്ടല്ലോ, ഈ 3 തട്ടുള്ള ഈ സംഭവമാണേ. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിനും റേറ്റ് കുറവായിരുന്നു. 200 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ കടയിൽ ഇത്രയും വലുത് ചോദിച്ചപ്പോൾ 600 സംതിങ് ആണ് അവർ പറഞ്ഞത്. 400 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ മേടിക്കുന്നത് എനിക്കൊരു ശരിക്കും ഒരു കിട്ടിക്കാഴ്ച ഓഫറായിരുന്നു കേട്ടോ. ഇത് പീജിയൻ്റെ മിക്സി ആണ് കേട്ടോ. ഇത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലായിരുന്നു എനിക്ക് കിട്ടിയത്. കണ്ടോ, ഇതാണ് മിക്സി. അപ്പോൾ ഇതിന് എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ സാധാരണ ഉപയോഗിച്ച് നോർമലി നമുക്ക് അരി അരയ്ക്കണം, ചമ്മന്തി അരയ്ക്കണം, ഇതിനുള്ള 3 സംഭവങ്ങളെ ഉണ്ടാവൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിൽ ഫോട്ടോയിലും കാണിച്ചിരുന്നില്ല. പക്ഷേ ഇതേ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലൊരു ജ്യൂസർ വന്നു. ജ്യൂസറും കൂടിയുള്ളൊരു മിക്സിക്ക് നമ്മൾ കടയിൽ പോകുമ്പോൾ എത്ര രൂപയായിരിക്കും? അപ്പോൾ ഇതെനിക്ക് കിട്ടിയ റേറ്റാണ് എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. ഇതിന് 1600 രൂപയുണ്ടായിരുന്നുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു 3000 രൂപ എന്താണെങ്കിലും അത്രയും വ്യത്യാസം വരില്ലേ? അപ്പോൾ അത്രയും ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ഞാൻ കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് ഓർഡർ ചെയ്തതാണ്.